ഹലോ ഓൾ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ, അതായത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഏജൻസി ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കത് ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ ന്യൂസിലാൻഡിൽ ക്യാപ് കോഴ്സ് കഴിഞ്ഞവർക്ക് APC കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് നോട്ടറിയും കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സ്കാൻഡ് കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളത് APCയുടെ നമ്പറാണ്. APC നമ്പറും പാസ്പോർട്ട് കോപ്പിയും റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാം. ഇതിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ നമുക്ക് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 10 to 12 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇപ്പോൾ ഇച്ചിരി തിരക്കായതുകൊണ്ട് ചിലപ്പം 12 to 15 ഡേയ്സ് എടുക്കുമായിരിക്കും. എന്നാലും നമുക്ക് വിത്തിൻ ഒരു 15 ഡേയ്സിനകത്ത് നമുക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ നമുക്ക് നേടാൻ കഴിയും. പിന്നെ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ആധാർ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനായി ഈസിയായും കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായി ആദ്യം AHPRA എന്ന് ആഫ്ര എന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന ആഫ്ര, അതായത് ഓസ്ട്രേലിയ ഹെൽത്ത് പ്രാക്ടീഷണറെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു ന്യൂ പേജിലോട്ട് പോകും. അതിനകത്ത് നഴ്സിംഗിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. ആ ഡീറ്റെയിൽസിനകത്ത് നമുക്ക് വേണ്ടത് ചൂസ് എ നാഷണൽ ബോർഡ് എന്നാണ് നമുക്ക് വേണ്ടത്. ലോഗിൻ ID ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് ലോഗിൻ ചെയ്യാം. അല്ലാത്തവർക്ക് ചൂസ് എ നാഷണൽ ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ID ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പേജിലോട്ടാണ് പോകേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഫുൾ നഴ്സിംഗിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. ആ ഡീറ്റെയിൽസിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അതിന് ചൂസ് എ നാഷണൽ ബോർഡ് എന്ന് തന്നെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് വരും. ആ പേജിനകത്ത് ആഫ്ര ഗവൺമെൻറ്റിൻ്റെ ആ പേജിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് എന്ന് കാണാം. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ പേജ് ഓപ്പണായി വരും. അതിനകത്തിൽ അപ്ലൈ ഫോർ രജിസ്ട്രേഷനും ഉണ്ട്, റിന്യൂ മൈ രജിസ്ട്രേഷനും ഉണ്ട്. അതിനകത്ത് അപ്ലൈ ഫോർ രജിസ്ട്രേഷനിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പം പിന്നെയും ഒരു ന്യൂ പേജിലോട്ട് വരും. അതിനകത്ത് സൈഡിലായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുണ്ട്. അതിനകത്ത് നമ്മുടെ പോയിൻ്റ് 3rd പോയിൻ്റാണ്. ന്യൂസിലാൻഡ് നഴ്സസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ന്യൂസിലാൻഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ഫോർ ഓസ്ട്രേലിയൻ അണ്ടർ ട്രാൻസ്മാൻ മ്യൂച്വൽ റെക്കഗ്നീഷൻ ആക്ട്. അതിൻ്റെ താഴെ സ്റ്റാർട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അടുത്ത പേജിലോട്ട് വരും. ഇവിടെയാണ് നമുക്ക് പുതിയതായിട്ട് ലോഗിൻ ID ഉണ്ടാക്കേണ്ടത്. ലോഗിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യണം. അവിടെ അത് കഴിഞ്ഞ് സെക്കൻഡ് ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ അഡ്രസ്സും. പിന്നെ ഇമെയിൽ അഡ്രസ്സ് ഒരു പ്രാവശ്യം റീടൈപ്പ് ചെയ്തതിന് ശേഷം I am not robot എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനകത്തിലോട്ട് പേജിലോട്ട് പോകാവുന്നതാണ്. ഇരിക്കുമ്പോൾ നമുക്ക് അടുത്ത വാലിഡേറ്റ് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞൊരു പേജ് വരും. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൻ്റെ വന്നേക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യണം. കോഡ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോമായിട്ട് ഓപ്പൺ ആകും. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് പ്രൊഫഷൻ ആർ യു അപ്ലൈയിങ് എന്നാണ്. അതിനകത്ത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ വരും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഡു യു കറണ്ട് ഹോൾഡ് എ നഴ്സ് ആൻഡ് മിഡ്വൈഫ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ അവിടെ S ടൈപ്പ് ചെയ്യണം. S അടിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് വരും. അതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അടുത്ത ആർ യു അപ്ലൈയിങ് ഫോർ ട്രാൻസ്മാൻ മ്യൂച്വൽ റെക്കഗ്നീഷൻ. അവിടെ നമുക്ക് X ആണ് ടൈപ്പ് ചെയ്യാനുള്ളത്. S ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഇൻ ഓസ്ട്രേലിയ ഓർ ന്യൂസിലാൻഡ്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, അത് മൊത്തം റീഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ നോയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. കാരണം അതിനകത്ത് നമ്മൾ എന്തെങ്കിലും പ്രൊഹിബിഷൻ ഉണ്ടോ, എന്തെങ്കിലും ക്യാൻസലേഷൻ വന്നിട്ടുണ്ടോ, ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടോ എന്നൊക്കെയാണ്. നോ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്തത് വാട്ട് ആർ യു അപ്ലൈയിങ് ഫോർ ട്രാൻസ് മ്യൂച്വൽ റെക്കഗ്നീഷൻ ആസ്. എന്താണ് ഇത്? നമ്മൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ്റെ APCനകത്ത് വന്നേക്കുന്നത് നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതാണ് കൊടുക്കേണ്ടത്. ഞാൻ രജിസ്റ്റേർഡ് നഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. അടുത്തത് ഡു യു ഹോൾഡ് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ്. APCയുടെ ആരെയാണ് ചോദിക്കുന്നത്. S അടിക്കുക. അതിൻ്റെ താഴെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരും. S ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ആർ യു ഓൾസോ വാണ്ടിങ് ടു അപ്ലൈ ഫോർ എൻഡോഴ്സ്മെൻറ്റ് അലോങ് വിത്ത് ജനറൽ രജിസ്ട്രേഷൻ. അത് ഞാൻ നോയാണ് കൊടുത്തത്. അപ്പം നോയെന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ പറ്റുന്നതാണ്.
നോ എന്ന് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഫുൾ ആപ്ലിക്കേഷൻ. ഇന്ന് ഹൗ ടു യൂസ് ദിസ് ഫോം എന്നുള്ള പേജിൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്തൊക്കെ ടൈപ്പ് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ വന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ സേവ് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ പ്രോഗ്രസ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്ന പ്രൈവസിയെ പറ്റിയാണ്. അത് റീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പിന്നെ അടിക്കുക. ഇതിനകത്ത് കൺസെൻ്റ് ആണ്. ഇത് ഫുള്ള് റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് താഴെ അക്നോളജ്മെൻറ്റോടെ ടിക്ക് അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അടിക്കാനുള്ളത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പാസ്പോർട്ട് അനുസരിച്ച് എല്ലാം ടൈപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, കൺട്രി ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് എല്ലാം ടൈപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ തന്നേക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് ഏതൊക്കെയാണ്, നമുക്ക് ഇംഗ്ലീഷ് അല്ലാതെ ഏതൊക്കെ ലാംഗ്വേജ് അറിയാം. പിന്നെ ഏറ്റവും താഴത്തെ ക്വസ്റ്റ്യൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് പേജിൽ നമുക്ക് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സാണ് കൊടുക്കാനുള്ളത്. അവിടെ കൺട്രി നമ്മളിപ്പോൾ എവിടെ താമസിക്കുന്നത് കൺട്രി മാറ്റുക. പിന്നെ സെയിം അല്ല നമ്മുടെ പ്രിൻസിപ്പൽ പ്ലേസും നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അത് സെയിം ആണെങ്കിൽ സെയിം ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ ഉള്ളത് വാട്ട് ഈസ് യുവർ മെയിലിംഗ് അഡ്രസ്സ് എന്നാണ്. മെയിലിംഗ് അഡ്രസ്സ് നമുക്കിപ്പോൾ എവിടെയാണോ താമസിക്കണതെന്ന് അനുസരിച്ച് നമുക്ക് എങ്ങോട്ടാണോ വരേണ്ടതെന്ന് പറഞ്ഞാൽ സെയിം ആണെങ്കിൽ സെയിം കൊടുക്കാം, അല്ല ഡിഫറെൻ്റ് എടുക്കാം. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നമുക്ക് കൊടുക്കാം. നമ്മുടെ ഫോറിൻ പാസ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ എക്സ്പയറി ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. അതിൻ്റെ താഴെ പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ട് ടൈപ്പും അടിക്കാനുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷനകത്ത് നമ്മുടെ രജിസ്ട്രേഷൻ എവിടെ നിന്നാണോ ഫസ്റ്റ് നമ്മൾ ക്വാളിഫിക്കേഷൻ എഴുതിയത് ആ പ്ലേസ് ക്ലിക്ക് ചെയ്യുക. പ്ലേസ് സെലക്ട് ചെയ്തതിന് താഴെ അതിൻ്റെ താഴെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇനി വേണ്ടത്. നമ്മൾ എവിടെയാണോ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ നമ്മുടെ ടൈറ്റിൽ BSc നേഴ്സ് എന്നുള്ളത് എഴുതണം. പിന്നെ സ്റ്റാർട്ട് ഡേറ്റും കംപ്ലീഷൻ ഡേറ്റും നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് നോക്കി സെയിം എഴുതുക. പിന്നെ നെക്സ്റ്റ് അടിക്കുക. ഇനി അടുത്ത പേജ് നമുക്ക് വന്നേക്കുന്നത് മ്യൂച്വൽ റെക്കഗ്നിഷൻ APCയുടെ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്പർ കൊടുക്കുക. പിന്നെ വായിക്കാനുള്ള വായിക്കുക. അതിൻ്റെ താഴെ ബാക്കി ഡിസിപ്ലിനറി എല്ലാം നോ എന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ബ്ലഡ് ബോണ്ടിൻ്റെ കാര്യമൊക്കെയാണ്. അടുത്ത ഡിസ്ക്ലോഷറാണ്. ഡിസ്ക്ലോഷറിനകത്ത് അത് വായിക്കുക. ഡു യു കമ്മിറ്റ് എനി ഹാവിങ് അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽ ഇൻഡിമിറ്റി ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ് ഇൻ ദ പ്ലേസ് ഓഫ് പ്രാക്ടീസ് അണ്ടർടേക്കിംഗ് ഡ്യൂറിംഗ് ദ രജിസ്ട്രേഷൻ പീരീഡ്. അത് ക്വസ്റ്റ്യൻ വായിക്കുക. അതിന് എസ് അടിക്കുക. അത് നമ്മൾ റെഡി ആണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് എസ് ആണ് അടിക്കേണ്ടത്. ഇനിയും അടുത്ത ഡിസ്ക്ലോഷർ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ ഒബ്ലിഗേഷൻസ് വരും. ഒബ്ലിഗേഷൻസിനകത്ത് അവിടുത്തെ അക്നോളജ്മെൻ്റ് അവിടെ ടിക്ക് അടിക്കുക. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം വായിക്കണം. വായിച്ചു കഴിഞ്ഞിട്ട് താഴെ അക്നോളജ്മെൻറ്റ് അവിടെ ടിക്ക് അടിക്കുക. പിന്നെ നെക്സ്റ്റ് അടിക്കുക. അപ്പം നമ്മൾ അടുത്ത പേജിലോട്ടാണ് പോകുന്നത്. ആ പേജാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി അടുത്ത പേജിലോട്ടാണ്. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ഇനി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡാണ്. ഇവിടെയാണ് നമ്മൾ പാസ്പോർട്ടാണ് അവിടെ ട്രാവലർ ഡോക്യുമെൻ്റായിട്ട് വെച്ചേക്കുന്നത്. അതാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ക്ലിയർ ആൻഡ് ലെജിബിൾ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. 10 MB കുറവായിരിക്കണം. പിന്നെ ഏതൊക്കെ ഫോർമാറ്റിലുള്ളത് അപ്ലോഡ് ചെയ്യാമെന്നാണ്. DPG ആണോ അതോ PDF ആയിട്ടാണോ അതൊക്കെയാണ് എഴുതിയേക്കുന്നത്. പിന്നെ ആ ഫയൽ അപ്ലോഡ് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് നോട്ടറി അറ്റസ്റ്റഡ് ആയിരിക്കണം. പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിക്ലെയർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതാണ്. പിന്നെ പാസ്പോർട്ട് നോട്ടറിയും കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഫോട്ടോ ഉള്ള കോപ്പി ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഫോട്ടോ ഉള്ള ഡോക്യുമെൻ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഡിക്ലെയറിന് അടിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് അടിക്കാവുന്നതാണ്. സേവ് പ്രോഗ്രസ് ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ സേവ് പ്രോഗ്രസ്സും ചെയ്യാവുന്നതാണ്. ഇതാണ് ഇത്രയും ഡോക്യുമെൻ്റ്. ഇനി നമുക്ക് ആയിട്ടുള്ളത് 2 പേജാണ്. ഇനി സമ്മറിയും പേയ്മെൻറ്റും കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇതുവരെ നെക്സ്റ്റ് വരുന്നത് സമ്മറി പേജാണ്. അവിടെ നമ്മൾ ഇത്രയും നേരം ടൈപ്പ് ചെയ്തത് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അഡ്രസ് ഡീറ്റെയിൽസ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, ക്വാളിഫിക്കേഷൻ ഓഫ് പ്രൊഫഷന്, ട്രാൻസ്മാൻ മ്യൂച്വൽ റെക്കഗ്നിഷന്, എക്സ്പോഷർ പ്രൊസീജിയർ, ഡിസ്ക്ലോഷർ, പിന്നെ ഒബ്ലിഗേഷൻ ഇതെല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. ഇത് പേയ്മെൻറ്റിൻ്റെ പേജാണ്. ആപ്ലിക്കേഷൻ ഫീ 318 രജിസ്ട്രേഷൻ ഫീ 185 ടോട്ടൽ എമൗണ്ട് 503
ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ് നമുക്ക്. അതിന് താഴെ കൊടുത്തേക്കുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ പീരീഡാണ്. നമുക്ക് രജിസ്ട്രേഷൻ പീരീഡായിട്ട് 1 ഇയർ ആണുള്ളത്. പിന്നെ നമുക്ക് റീഫണ്ടിൻ്റെ റൂൾസ് എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം വായിക്കുക. പിന്നെ അടുത്ത ക്രെഡിറ്റ് പേയ്മെൻ്റ് ആണോ, പേയ്മെൻറ്റിൻ്റെ അതിനെപ്പറ്റി ഡീറ്റെയിൽസായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് താഴെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ബട്ടണുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിൻ്റെ പേജിലോട്ട് പോകാവുന്നതാണ്. അതിന് മുന്നേ ഇതെല്ലാം വായിച്ച് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാൻ. ഇത് പേജ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പേജാണ്. ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഇനിയും കൺഫർമേഷൻ നമുക്ക് മെയിൽ വരുമെന്നും അതെങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോംസ് ഇതിൽ നിന്ന് കിട്ടുമെന്നും പിന്നെ എൻ്റെ റെസിപ്റ്റും ഇതിനോടൊപ്പം അവർ മെയിലിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നു എഴുതിയേക്കണം. പിന്നെ അതിൻ്റെ താഴെ എഴുതിയേക്കുന്ന ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് നമുക്കത് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളത് ഓൺലൈൻ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ പ്രോസസ്സ് അപ്ലോഡ് ചെയ്യാൻ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തപ്പോൾ എങ്ങനെ ഫീലാക്കി, ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ആ ബട്ടണെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടും. ഇതാണ് നമുക്ക് അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ്. എനിക്ക് സെയിം ഡേ തന്നെ എനിക്ക് അതിൻ്റെ മെയിൽ വന്നപ്പം അതുപോലെ അതിനകത്ത് നെയിമും എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതിനാണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ റിസീവറിന് ടിക്ക് കാണും. പിന്നെ അവർ അസസ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അസസ്മെൻറ്റ് ആ ഗ്രീൻ ടിക്ക് കാണും. അത് കഴിഞ്ഞ് വെയിറ്റിംഗ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ്റെ സമയം അത് അന്നേരം അവിടെ ഗ്രീൻ ടിക്ക് കാണും. അവസാനം നമുക്ക് എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഡിസിഷൻ്റെ അവിടെ ഗ്രീൻ ടിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനൽ മെയിൽ വരുന്നത്. അപ്പം ഇത് യൂസ് ചെയ്ത് നമുക്കറിയാൻ പറ്റും നമ്മുടെ രജിസ്ട്രേഷൻ എവിടെ വരെ ആയി, കഴിയാറായോ, എത്ര ദിവസം കഴിയുമ്പോൾ കിട്ടും എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡിസിഷന് അവിടെ ഗ്രീൻ ടിക്ക് വരുമ്പോൾ നമുക്ക് ഫൈനൽ മെയിൽ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അടച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയിൽ വരും. ആ മെയിൽ ഐ ഡിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എത്ര എമൗണ്ടാണ് നമ്മൾ കൊടുത്തത്. പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ കയറിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം സമ്മറി ആയിട്ട് ഉള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ആഫ്ര രജിസ്ട്രേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്ര ദിവസം കൊണ്ടാവും അവർ ആദ്യം അസസ്മെൻറ്റ് ചെയ്തോ, അത് നമ്മുടെ എവിടെ വരെ ആയി എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് 10 ഡേയ്സിൽ അതിനകത്ത് അസസ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. വിത്തിൻ 3 ഡേയ്സാണ് അസസ്മെൻറ്റും ബാക്കി രജിസ്ട്രേഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനകത്ത് ട്രാക്ക് ചെയ്യാനും പറ്റും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മളിൽ നിന്ന് വേണമെങ്കിൽ അവർ നമുക്ക് മെയിലിലോട്ട് മെയിൽ ചെയ്യും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയുമാണ് ആ മെയിലിൽ നിന്ന് കിട്ടുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമ്മൾ 2 വീക്സ് കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ വരും. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ആ മെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു മെയിലുണ്ട്, നമ്മളെ അവരുടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ സ്കീമിലോട്ട് ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 മെയിലാണ് അവർ നമുക്ക് അയക്കാറുള്ളത്. അപ്പോൾ ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പേയ്മെൻറ്റ് എമൗണ്ട് നമുക്ക് ഏത് കാർഡിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏത് കാർഡിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കണ്ടതിന് താങ്ക് യു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ഞാൻ ആൻമാക്കിനെ പറ്റി ചെയ്യുന്നുണ്ട്. അപ്പം ആഫ്ര ചെയ്തവർക്ക് നമുക്ക് ചെയ്യാവുന്ന നെക്സ്റ്റ് പ്രൊസീജിയറാണ് ആൻമാർക്ക്. അവിടെ ജോലി വേണമെങ്കിൽ അല്ലെങ്കിൽ PR എടുക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ആൻമാർക്കും ചെയ്തിരിക്കണം. അതും നമുക്ക് ഏജൻസി ത്രൂ അല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇൻ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിലുമായിട്ട് വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ.